ഹലോ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഓണല്ലേ, ഓണാകുമ്പോ ഞങ്ങക്ക് അപ്പുറത്തെ വീട്ടിലാണ് സദ്യ. അപ്പം അപ്പുറത്തെ വീട്ടീന്ന് ഞങ്ങളെല്ലാരും ക്ഷണിക്കുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിലെല്ലാരും അവിടത്തെ എല്ലാരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുക. അത് ഓണത്തിനായാലും വിഷുവിനായാലും അങ്ങനെയാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ ഇവിടേക്ക് വിളിക്കും ഞങ്ങവരാ. ഞങ്ങൾ അങ്ങടും ഇങ്ങടും അങ്ങനെയാണ് രണ്ടു വീട്ടുകാരും. അപ്പൊ അവിടെ ഞാനും ഉമ്മയും കൊച്ചൊക്കെ പോയി അങ്ങോട്ട് പോയി സദ്യ കഴിക്കാൻ. അപ്പൊ പാച്ചുവിന് ആദ്യം എല്ലായിട്ടും കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നു അവനിക്ക് കഴിക്കാനായിട്ട്. ഉമ്മയും വാപ്പയും ഞങ്ങളെല്ലാരും പോരണ. അനിയൻ ജോലിക്ക് പോയ കാരണം അവൻ വന്നില്ല. അല്ലാതെ എല്ലാരും പോയി അവിടെ നിന്ന് സദ്യ കഴിക്കാറുണ്ട്. അപ്പൊ ആ കറികളെല്ലാം അവനക്ക് വെച്ചോണ്ട്, അവനെല്ലാ കറിയും തിന്നൂല. എന്നാലും വെറുതെ ഒരു ഇതിന് സദ്യക്ക് എല്ലാ കറിയും വെക്കണമല്ലോ, അതേപോലെ വെച്ചുകൊടുത്തു അവനക്ക്. സാമ്പാറൊക്കെ ഒഴിച്ച് കൊടുത്ത്, പപ്പടവും അവിയലും പിന്നെ ഇഞ്ചിക്കറി, മോര് കറി, പിന്നെ കാബേജ്, അച്ചാറ്, ശർക്കര വരട്ടി, ഉപ്പേരി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവനക്ക് ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് കറികള് എലേല് വെച്ച് കൊടുത്ത് അവൻ ഒറ്റക്ക് കഴിക്കട്ടെന്ന് കരുതീട്ടെ. എന്നിട്ട് അവന് കഴിക്കാൻ അങ്ങനെ വെച്ച് കൊടുത്തു. ആദ്യം ഒരു പിടി മൂപ്പരാള് വേഗം വാരി തിന്ന്. പിന്നെ ഒന്നും തിന്നാൻ മടിയാ അയാൾക്ക്. എല്ലാം കൂടി കുഴച്ച് പപ്പടവും സാമ്പാറൊക്കെ കുഴച്ച് തിന്ന്. പിന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കറികൾ അങ്ങടും ഇങ്ങടും വിളമ്പി കഴിക്കാനിരുന്നു എല്ലാരും കൂടി. പിന്നെ പപ്പടവും കൂട്ടി പായസം, എലേല് പപ്പടവും കൂട്ടി പായസം കഴിച്ച് പാലട ഇരുന്ന് എല്ലാവർക്കും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? പായസം, പപ്പടവും പാലടയും ഒക്കെ കൂടി കൂട്ടി കഴിച്ച്